തൃശൂരിലെ പാത പൂർത്തീകരിക്കാം. അതിനൊന്നും ഒരു സാങ്കേതിക തടസ്സവുമില്ല. കോട്ടയത്തെ പാത മാത്രമാണ് പൂർത്തീകരിക്കാതിരിക്കുന്നത്. അത് രാഷ്ട്രീയമാണതിൽ. അതുകൊണ്ടാണ് കൊല്ലത്തെ പാത പൊളിച്ചു കളയേണ്ട, തൃശൂരിലെ പാത പൊളിച്ചു കളയേണ്ട. ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞത് കോട്ടയത്തെ പാത, ഈ ആകാശപാത പണിഞ്ഞത് മുഴുവൻ പൊളിച്ചു കളയണമെന്നാണ്. നാം ആലോചിക്കണം, ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ പദ്ധതി ശാസ്ത്രീയമായ പിൻബലമുള്ള പദ്ധതിയാണ്, സാങ്കേതികമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പദ്ധതിയാണ്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന്റെ പേരിലല്ല, അത് സാങ്കേതികമായ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഈ പദ്ധതി തയ്യാറാക്കി ഇംപ്ലിമെന്റ് ചെയ്തൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് മാറി എന്നുള്ളത് കൊണ്ട് പദ്ധതി അവസാനിപ്പിക്കുന്നത് ശരിയാണോ? MLA വസതിയിലേക്ക് മാർച്ച് ചെയ്യുന്നവർ ആലോചിക്കണം, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? കോട്ടയത്തെ ജനങ്ങളെ നിങ്ങൾ ശിക്ഷിക്കുകയല്ലേ? കൊല്ലത്തെ ആകാശപാത നല്ലതാണ്, തൃശ്ശൂരിലെ ആകാശപാത നല്ലതാണ്. കോട്ടയത്ത് മാത്രം UDF-ന്റെ MLA ആയതുകൊണ്ടാണ് ഇത് പൊളിച്ചു കളയണമെന്ന് പറയുന്നത്. മറ്റ് രണ്ടെണ്ണം കൊണ്ട് പൊളിച്ചു കളയുന്നില്ല. അപ്പോൾ ഇത് കോട്ടയത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നാടാണ്, വഴി നടക്കാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നാടാണ്. കാലം മാറിയതോടെ സുഗമമായ സഞ്ചാരത്തിന് വേണ്ടിയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഗതാഗത കുരുക്കിൽപ്പെടാതെ ജനങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന നാടാണ് കേരളം. ആ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഭാവിയിലേക്ക്, ഇന്ന് മാത്രമല്ല അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വാഹനക്കുരുക്കും ആളുകളുടെ ബാഹുല്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. റോഡുകൾ മുഴുവൻ തകർന്നിരിക്കുന്നു. കേരള ഗവൺമെന്റ് പറഞ്ഞു 1000 കോടി രൂപ തരും, 1 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. റോഡുകളുടെ കുഴി അടയ്ക്കുമെന്ന് പറഞ്ഞു, കുഴികൾ കൂടുന്നതല്ലാതെ അടയ്ക്കാൻ ആളില്ല. PWD റോഡുകളിൽ ആളുകൾ വാഴ വെക്കുന്നു, കുറ്റ MLA-മാർക്കാണ്. ഗവൺമെന്റ് പണം കൊടുക്കാത്തത് കൊണ്ട് കരാറുകാർ പദ്ധതി ബഹിഷ്കരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം ഇതുപോലെ വികസന ദുരിതത്തിലേക്ക്, വികസന സ്തംഭനത്തിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. MLA-യുടെ വീട്ടിലേക്കല്ല സമരം ചെയ്യേണ്ടത്, ഈ പന്തലിലേക്കല്ല സമരം ചെയ്യേണ്ടത്, മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫോഴ്സിലേക്ക് വേണം സമരം ചെയ്യാൻ. ഇതുപോലെ ഗതികെട്ട ഒരു ഭരണം കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണം ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ല, സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ല. മാവേലി സ്റ്റോറിൽ പോയ സാധനം കിട്ടുന്നില്ല, മുഖ്യമന്ത്രിക്ക് പറക്കാനുള്ള ഹെലികോപ്റ്ററിന് 80 ലക്ഷം രൂപ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ ആകാശപാതയ്ക്ക് പ്രത്യേക പണത്തിന്റെ ആവശ്യമില്ല, അതെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ പണം ഖജനാവിൽ കിടക്കുന്നതാണ്. ആ ഖജനാവിൽ കിടക്കുന്ന പണം കിഡ്കോയ്ക്ക് നൽകിയാൽ അവരൊരു 6 മാസം കൊണ്ട് വേണമെങ്കിൽ ഇവർക്കിത് പൂർത്തീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ വൈര്യ നിര്യാതന ബുദ്ധി അവിടെയാണ് കാണുന്നത്. ഇതെല്ലാം കോട്ടയത്തെയും കേരളത്തിലെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പൊളിച്ചു കളയണമെന്ന്. 1,18,00,000 രൂപ മുടക്കിയ ഈ പദ്ധതി എങ്ങനെ പൊളിച്ചു കളയണമെന്നാണ് മന്ത്രി പറയുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആളാണ്. ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നുകൊണ്ട് ധാരാളം പദ്ധതി എല്ലാ മാസവും നമ്മളന്ന് ശമ്പളം കൊടുത്തിരുന്നു.
പെൻഷൻ കൊടുത്തിരുന്നു. ഒരു ദിവസം പോലും പെൻഷന് ശമ്പളവും നമ്മൾ മുടക്കിയിരുന്നില്ല. പുതിയ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് അതൊന്നും ചെയ്യാത്ത ആളുകൾ ഉള്ള പദ്ധതികൾ പൊളിച്ചു കളയണമെന്ന് പറയുന്നു. അതുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം. കോട്ടയത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ സുഗമമായ സഞ്ചാര സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണിത്. ഇത്തരം പദ്ധതികൾ ഇല്ലായ്മ ചെയ്ത് ജനങ്ങളുടെ പണം 1,18,00,000 രൂപ ചെലവഴിച്ചത് പൊളിച്ചു കളയണം എന്നുള്ള തെറ്റായ വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മറുപടിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ജനകീയ സമരം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നാടിനു വേണ്ടി ഈ നാട്ടിൽ ജനിച്ചു വീണ ഭൂമിപുത്രനാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ നാട്ടുകാരനാണ് അദ്ദേഹം. ഈ നാടിനു വേണ്ടി നടത്തുന്ന ഐതിഹാസികമായ ഈ സമരത്തിന്, ഉപവാസത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തായി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ ഉപവാസ സമരം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. നമ്മൾ ഏതായാലും കാത്തിരിക്കേണ്ടത് 2 വർഷം കൂടി. 2 വർഷം തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് നമുക്ക് തീരും. 1.5 വർഷമുള്ളൂ. വഴക്കം പറയുന്നു 1.5 വർഷത്തിനിടയിൽ ഇതവര് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ഇത് പൂർത്തീകരിക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പൊളിക്കാനും ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഞങ്ങൾ നടപ്പാക്കും. ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കും. നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.